നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ, ഞങ്ങളുടെ കടക്കാരെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ അടിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടാണ് രാജ്യം ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളാകുന്നു, എന്റെ ഉന്നതമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധിയുള്ള കന്യാസിമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി കിഴങ്ങുറി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി ബഹുമാനപ്പെട്ട വി എ മാത്യൂസ് അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിമന്യ ഇടമത്രാപ്പൊലിത്ത തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട കോനാട്ടച്ചൻ, വന്യ കോറപ്പിസ്കോപ്പമാരെ, വന്യ വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കണ്ടനാട് ഭദ്രാസനത്തിന്റെ ദിനം അല്ല, ഒരു മഹാദിനം, ഒരു മഹോത്സവം, ഒരു പെരുന്നാൾ വളരെ അനുഗ്രഹീതമായിട്ട് കിഴൂരി പള്ളിയുടെ ഈ ഹാളിൽ ഇന്ന് നടക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ ഭദ്രാസനത്തിന്റെ വളർച്ചയ്ക്ക് പ്രേരകമായ രീതിയിൽ പ്രശ്നപൂരിതമായ അന്തരീക്ഷത്തിൽ ഇതിനെ പിടിച്ചു നിർത്തി ഇതിന്റെ ഒരുമയും പെരുമയും നിലനിർത്തുവാൻ തക്കവണ്ണം ഇതിൻ പ്രകാരമുള്ള ഭദ്രാസന ദിന ആഘോഷവും കുടുംബ സംഗമവും നമ്മൾ നടത്തി വരുന്നു. അതിൽ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ ഭദ്രാസനത്തിലെ ഏറ്റവും പുതിയ കത്തീഡ്രൽ ദേവാലയമായ മുളക്കുളം മണ്ണുകുന്ന് പള്ളിയിൽ വെച്ച് ഈ രൂപത്തിലുള്ള ഒരു ക്ലാസ് നടക്കുകയുണ്ടായി. പിന്നീട് ഈ വർഷം ഈ ദേവാലയം ഇതിനുവേണ്ടി തെരഞ്ഞെടുത്തത് മറ്റ് പള്ളികൾ, വലിയ പള്ളികളില്ലാഞ്ഞിട്ടോ ഇതുപോലെ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള മറ്റു പള്ളികളില്ലാഞ്ഞിട്ടോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ദൈവനിയോഗമായിരിക്കാം. കിഴൂരി വലിയ പള്ളിയുടെ വലിപ്പം കൊണ്ടല്ല, പള്ളിക്കാരുടെ വലിയ മനസ്സിനെ ആദരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു യോഗം വയ്ക്കുവാനായിട്ട് ചിന്തിച്ചത്. അങ്ങനെ ഒരു യോഗം വെച്ചതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥാനത്ത് ഇവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചത്. ഇത്ര മനോഹരമായ ഒരു ഹോള് ഇവിടെ പണിതുയർത്തി കിഴൂരിക്കാരുടെ വലിയ മനസ്സെന്ന് ഞാൻ പറഞ്ഞത് ആലോചിക്കാതെ പറഞ്ഞതല്ല. ഒറ്റ വർഷം കൊണ്ട് 1 കോടി രൂപ മുടക്കി ഇതുപോലെ മനോഹരമായ ഒരു ഹോള് പണിത് അവരുടെ വലിയ മനസ്സാണ്. അതിൽ ഒരു 50 ലക്ഷം രൂപ കടമുണ്ടായിരുന്നത് വീട്ടുവാൻ 2 വർഷം കൊണ്ട് സാധിച്ചത് കിഴൂരിക്കാരുടെ വലിയ മനസ്സാണ്. അങ്ങനെ അത് 9 ലക്ഷം രൂപ 10 ലക്ഷം രൂപയോളം കടം അവശേഷിച്ചിരിക്കെ വീണ്ടും 10-15 ലക്ഷം രൂപ മുടക്കി ഈ മുറ്റം, പള്ളിയുടെ മുറ്റം ടൈൽ വിരിക്കുവാൻ ധൈര്യം കാണിച്ചത് കിഴൂരിക്കാരുടെ വലിയ മനസ്സാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന പല പരിപാടികളും വളരെ മനോഹരമാക്കി തീർക്കുവാൻ ഈ ഇടവക്കാർ കാണിക്കുന്ന ആ ഉത്സാഹത്തെ വലിയ മനസ്സായിട്ട് ഞാൻ സന്തോഷത്തോടെ സൂചിപ്പിക്കുകയാണ്. ആ വലിയ മനസ്സെ ആദരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടത്തുവാൻ കൊണ്ട് തിരഞ്ഞെടുത്തത് ഒരു ദൈവനിയോഗമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു സ്വാഗത ആശംസിക്കുവാനുള്ള അവസരം കിട്ടിയത്. ഈ ഭദ്രാസനത്തിന്റെ കഴിഞ്ഞ 10-30 വർഷമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇതിന്റെ കിതപ്പും കുതിപ്പും ഒക്കെയും ഭാഗികമായിട്ടെങ്കിലും മനസ്സിലാക്കുവാനും പങ്കുചേരുവാനും സാധിച്ചിട്ടുണ്ട്. അതിന്റെ ആ ആദ്യകാലത്തെ ഒന്ന് അനുസ്മരിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇത് ഒരു ഭാഗ്യമായിട്ടും ദൈവനിയോഗമായിട്ടും കരുതിക്കൊണ്ട് ഇതിനെ സംബന്ധിക്കുന്നതായ ഒരു സ്വാഗത ഗാനം പോലെ, ഒരു കുട്ടി കവിത പോലെ
ഒരു കുസൃതി കവിത പോലെ ഞാനത് ഒന്ന് അനുസ്മരിക്കുന്നത് ഒരുപക്ഷെ ഈ വലിയ സദസ്സിന് അനുസൃതമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് കിട്ടിയതായ ഈ അവസരം സ്വാതന്ത്ര്യം ഞാൻ വിനിയോഗിക്കുകയാണ്. നിർത്തേണ്ട സമയത്ത് അധികം സമയത്ത് ഞാൻ എത്തേണ്ട സമയത്ത് എത്താത്തവനും നിർത്തേണ്ട സമയത്ത് നിർത്താത്തവനുമാണെന്നൊരു പേര് എനിക്കുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആരെങ്കിലും കൈപൊക്കിയാൽ അന്നേരം ഞാൻ നിർത്തിക്കോളാം. ഏതായാലും ഞാൻ ആരംഭിക്കുകയാണ്. പണ്ട് പോലുള്ള ഈ ഭദ്രാസനത്തിന്റെ അവസ്ഥയെപ്പറ്റി പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ലഘു കവിതയാണ്. പണ്ടുള്ള നാടല്ല ഈ കണ്ടനാടെന്ന്, പണ്ടുള്ള നാടല്ല ഈ കണ്ടനാടെന്ന് പണ്ടു കണ്ടോർക്കെല്ലാം ബോധ്യമാകും. പട്ടക്കാരില്ലാതെ പള്ളിയുമില്ലാതെ നെട്ടോട്ടമോടുന്ന വിശ്വാസികൾ വന്യതിരുമേനി ബക്കോമിയോസ്താദൻ അന്നിങ്ങു വന്നതു ഭാഗ്യമായി. കണ്ടനാടിൻ മെത്രാൻ കണ്ടനാട്ടിൽ കൂടി കണ്ടവരെയെല്ലാം പാട്ടിലാക്കി. കൊണ്ടുവന്ന പണം കൊണ്ടുപണി തീർത്തു അങ്ങോളം ഇങ്ങോളം ചാപ്പലുകൾ. സത്യവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ നിത്യവും എന്നോണം പാടുപെട്ടു. കാതോലിക്കേറ്റിന്റെ കേന്ദ്രങ്ങളാകുവാൻ സ്ഥാപിച്ച അനവധി ചാപ്പലുകൾ. സ്വന്തം ജനങ്ങളെ നേരിട്ടു കാണുവാൻ സാന്ത്വനമേകുവാൻ വന്നുതാതൻ. പ്രാർത്ഥനാ യോഗങ്ങൾ നേതൃത്വ ക്യാമ്പുകൾ എല്ലാം തകൃതിയായി കൂടി വന്നു. ആ പൊന്നുതാതന്റെ പിൻഗാമിയായി വന്നു ഈ വന്യനാഥന്മാർ സേവരിയോസ്. തന്നുടെ മുൻഗാമി വെട്ടിത്തെളിച്ചൊരു പാത കൂടുതൽ വിശാലമാക്കി. കോലഞ്ചേരിയിൽ പ്രസാദവും സെന്ററും കോടികൾ കൊണ്ട് പടുത്തുയർത്തി. മുൻഗാമി തന്നുടെ ഭാവനനാമത്തെ ശാശ്വതമാക്കുവാൻ അധ്വാനിച്ചു. പ്രായിൽ തുടങ്ങുന്ന പ്രസ്ഥാനങ്ങൾക്കെല്ലാം പ്രാർത്ഥനയോടെ തുടക്കമിട്ടു. പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും പ്രശാന്തി ഭവനത്തിലെത്തി നമ്മൾ. പ്രതിഭാപ്രധാനം പ്രമോദം പ്രാപ്തി പരത്തുന്ന പ്രഭാതം തന്നെ. പ്രശാന്തം പ്രബാലനം പ്രബോധനവുമെല്ലാം ഏവർക്കുമേകും പ്രയോജനങ്ങൾ. ഡിക്ഷണറി നോക്കിയാൽ പ്രായിൽ തുടങ്ങുന്ന നല്ല വാക്കിനി ഏറെയുണ്ടോ? കർത്താവും ശിഷ്യരും ചേർന്നുള്ള സംഖ്യയ്ക്ക് ഒത്തുചേരുന്നത്ര പ്രസ്ഥാനങ്ങൾ. ഒത്തൊരുമിച്ചു നാം കൈകോർത്തു നിന്നാൽ കീർത്തി പരത്തും ഈ നാട്ടിലെങ്ങും. പ്രശ്നങ്ങൾ പോസിറ്റീവ് പ്രായം മാത്രമല്ല കണ്ടനാട്ടുള്ളത്, നെഗറ്റീവ് പ്രായമുണ്ട്. പ്രശ്നങ്ങൾ, പ്രതിസന്ധി, പ്രയാസം, പ്രതിബന്ധം, വാദപ്രതിവാദ കോലാഹലം എന്നിവ നമ്മെ അലട്ടുന്ന നേരത്ത് ചിന്നിച്ചിതറി നാം പോയിടല്ലേ. ഒന്നായാൽ നന്നാകും എന്നങ്ങു ചൊന്നത് കുഞ്ഞുണ്ണി മാഷ്. ഒരു മനസ്സോടെ നാം ആശ്രയം വെച്ചിടാം പ്രായിൽ തുടങ്ങുന്ന പ്രാർത്ഥനയിൽ. പ്രാർത്ഥന നോമ്പുവോ ആസവുമില്ലാതെ സാത്താനെ നേരിടാൻ സാധ്യമല്ല. കണ്ടനാടിന്റെ ഈ ആഘോഷ സംഗമം 2 പതിറ്റാണ്ട് പിന്നിടുന്നു. ഓരോരോ വർഷവും ഓരോരോ കാര്യങ്ങൾ ഓരോരോ രീതിയിൽ ചെയ്തു പോകുന്നു. 8 പതിറ്റാണ്ട് പിന്നിട്ട വൃദ്ധരെ പൊന്നാള ജാതി കഴിഞ്ഞ വർഷം. കൂടുമ്പോൾ ഇമ്പമായി കൂടുന്ന സംഗമം നമ്മുടെ ചൈതന്യം കൂട്ടിടട്ടെ.
50 വർഷം തികഞ്ഞുള്ള ദമ്പതി സംഗമം എത്രയും ശ്രേഷ്ഠമത്രേ. 50 വർഷങ്ങൾ പിന്നിട്ട ദമ്പതിമാരെ 50 വർഷങ്ങൾ പിന്നിട്ട ദമ്പതിമാരെ നാം ഇന്ന് ഈ വർഷം ആദരിക്കും. തമ്പുരാന്റെ കൃപ നിങ്ങൾക്ക് ചേരുവാൻ അൻപുടയോനോട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ കൃപ നിങ്ങൾക്ക് ചേരുവാൻ അൻപുടയോനോട് പ്രാർത്ഥിക്കുന്നു. എപ്പിസ്കോപ്പായും കോറെപ്പിസ്കോപ്പമാരും വന്യരം വൈദിക ഷമ്മാശന്മാർ കണ്ടനാടിന്റെ കിഴക്കും പടിഞ്ഞാറും ചേർന്നുള്ള സത്യവിശ്വാസികളും ആണ്ടിലൊരിക്കൽ ഈ സംഗമത്തിൽ ചേരാൻ വണ്ടി പിടിച്ചെങ്ങും എത്തിയിടുന്നു. 1000 സംഭാവന നൽകാൻ 1000-ൽ പരം പേര് വരും. 10 വർഷങ്ങളായി 10,000 പേർക്ക് 10-14 കേന്ദ്രങ്ങളിൽ 10 വർഷങ്ങളായി 10,000 പേർക്ക് 10-14 കേന്ദ്രങ്ങളിൽ അന്നദാനം എന്ന പേരിൽ നടക്കുന്ന കഞ്ഞി വിളമ്പുവാൻ വന്നമില്ല. ഒറ്റ നേരത്തിനു കഞ്ഞി വിളമ്പിയാൽ 3 നേരത്തിനും ബാക്കിയാകും. ഒറ്റ നേരത്തിനു കഞ്ഞി വിളമ്പിയാൽ 3 നേരത്തിനും ബാക്കിയാകും. മരുന്നിന് കാശില്ല, കഞ്ഞി കുടിക്കാനായി ആശുപത്രിയിൽ അഡ്മിറ്റായി. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികളെ പരിചയമുണ്ട്. അവര് സ്കൂളിൽ കൃത്യമായിട്ട് വരും, ഉച്ച കഴിഞ്ഞ് കാണുകയില്ല, പഠിക്കുകയില്ല. അവിടെ വീട്ടിൽ ചെന്ന് രക്ഷകർത്താക്കളെ സമീപിക്കും. എന്താ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാത്ത, അല്ല ഉച്ചയ്ക്ക് വിടാത്ത എന്താ, പഠിക്കാത്ത എന്താ? ഇപ്പൊ മാതാപിതാക്കൾ പറയും, അച്ഛാ അവൻ പഠിക്കാൻ വിടുന്നതല്ല, പള്ളിക്കൂടത്തിൽ കഞ്ഞി കിട്ടുള്ളൂ വിടുന്നതാണ്. ഈയിടെ ഞാനൊരു ആശുപത്രിയിൽ ചെന്നപ്പോൾ 1 മാസമായിട്ട് അവിടെ രോഗിയുണ്ട്. എന്താ അസുഖം ഇന്ന അസുഖമൊക്കെയാണ്. എന്താ അവിടെ വീട്ടിൽ പോകാത്ത എന്താ? എന്റെ അച്ഛൻ വീട്ടിൽ പോയാൽ എന്നാ പോകാനാണ്? ഇവിടെ ആണെങ്കിൽ ഒരു തിരുമേനിയുടെ ആയിട്ട് ഒരു കഞ്ഞി വരും. അത് കിട്ടിച്ചാൽ 1 നേരത്തേക്ക് തന്നാൽ 3 നേരത്തേക്കും ഉണ്ട്. അതുകൊണ്ട് കഞ്ഞി കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. മരുന്ന് പിടിക്കാനോ കാശില്ല, കഞ്ഞി പിടിക്കാൻ കാശ് കൊടുക്കുകയും വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കഴിയുന്നതെന്ന് രോഗി പറഞ്ഞപ്പോൾ തിരുമേനി ഏതാണെന്ന് ഞാൻ പറയാൻ പോയില്ല. നമ്മളെ ദൈവതമ്പുരാൻ കണ്ടാൽ മതി, അറിഞ്ഞാൽ മതി. അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ രോഗിയായപ്പോൾ വന്നു കണ്ടല്ലോ നീ കണ്ടനാട്ടുകാരെ ഭാഗ്യവാന്മാർ എന്നുള്ള കർത്തൃവചനത്തെ കേൾക്കുവാൻ ഇന്നുള്ളവരെല്ലാരും യോഗ്യരാകും. OPHN എന്ന സീനിയർ വൈദികൻ ഓഫീസിൽ നിന്നും ഇറങ്ങിടുമ്പോൾ ഓരോരോ രോഗികൾ പാത്രങ്ങൾ ഓരോന്നായി ഓടിയടുക്കുന്നു മോദമോടെ. പള്ളിക്കൂടത്തിലെ കഞ്ഞി മുടങ്ങിയിട്ടും കണ്ടനാടിനു മുടക്കമില്ല. സമ്പത്തില്ലായകയാൽ സർക്കാർ ചൊല്ലിട്ടു. ഇപ്പൊ പള്ളിക്കൂടത്തിൽ കഞ്ഞിയില്ലെന്നാ പറയുന്നത്. സമ്പത്തില്ലായകയാൽ സർക്കാർ ചൊല്ലിട്ടു, കണ്ടനാട്ടുകാർ ചൊല്ലിട്ടില്ല. സ്വർഗീയ സമ്പത്ത് കൊണ്ടു നിറയുമ്പോൾ സ്വർഗീയ പദ്ധതി മുന്നേറിടും. വെസ്റ്റ് ഭദ്രാസന സംഗമവേളകൾ വേസ്റ്റായി തീരാതെ പ്രാർത്ഥിക്കണേ. കിഴുമുറി മുറ്റത്തു തൈര് നിരത്തുവാൻ പ്രേരണ തന്നതും ഈ സംഗമം. ഗ്രേസ്ലാൽ മാഡത്തിന് ക്ലാസ്സിലിരിക്കുവാൻ അവസരം തന്നതും ഈ സംഗമം. ദൈവത്തിൻ ഗ്രേസ് കൊണ്ട് അങ്ങ് നിറയുവാൻ ഗ്രേസ്ലാൽ മാഡമേ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം തീർക്കുവാൻ ധാരാളം ഡയമണ്ട് കേസുകൾ കിട്ടിയിടട്ടെ. ബാബാതിരു മനസ്സിന്റെ അനുഗ്രഹം നേടിത്തരുന്നതും ഈ സംഗമം. 3-മേലില്ലാതെ 33-മേൽ പട്ടക്കാർ കൂടുന്നത് ഈ സംഗമം. 3-മേലില്ലാതെ 33-മേൽ പട്ടക്കാർ കൂടുന്നത് ഈ സംഗമം. കിഴുമുറിക്കാരുടെ വലിയ മനസ്സിന് കാട്ടിത്തരുന്നതും ഈ സംഗമം. വാഴൂരയച്ഛന്റെ ഹാളുമണി കൊണ്ട് പാഴൂരയച്ഛനും കിട്ടി പണി. 50 ലക്ഷമുണ്ടായിരുന്ന കടം 9 ലക്ഷമായി തീർത്ത പണി തീർക്കാൻ പോവാണ്. ഉടനെ തീർത്തേക്കാം. ഡ്യൂപ്ലിക്കേറ്റ് വന്നാലും ട്രിപ്ലിക്കേറ്റ് വന്നാലും ഒറിജിനൽ എന്നും തിളങ്ങിടുമേ. റോമൻ മഠത്തെയും സിറിയൻ മുഖത്തെയും ദൂരെ എറിയുന്ന ഒറിജിനലാം ധീരതയോടെ സഭയെ നയിക്കുവാൻ ആയിരാരോഗ്യം പ്രാർത്ഥിക്കുന്നു. കണ്ടനാടിന്റെ ഈ സംഗമത്തിൽ ചേരാൻ വന്നവർക്കാർക്കും സ്വാഗതമേ. പൊന്നുതിരുമേനി ബാബാതിരുമേനി അങ്ങേക്ക് ഞങ്ങളുടെ സ്വാഗതങ്ങൾ. ചോര തരാമെന്നും നീര് തരാമെന്നും ധീരരാം കുഞ്ഞുങ്ങൾ പാടിയല്ലോ. മർദ്ദമാതന്നുടെ പിൻഗാമി അങ്ങയ്ക്ക് 1000 സ്വാഗതങ്ങൾ. 7 ശിഷ്യന്മാർ 7 പതിറ്റാണ്ട് പിന്നിട്ട നമ്മുടെ കണ്ടനാട്ടിൽ സപ്തതി പിന്നിട്ട വൈദിക സെക്രട്ടറി 70 സ്വാഗതങ്ങൾ.
വന്നിട്ടുള്ളവരും വന്നിട്ട് പോയവരും ഏവർക്കും സ്വാഗതങ്ങൾ. പദ്യ സാഹിത്യം തീർന്നു, ഇനി ഗദ്യ സ്വാഗതം. ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായ പരിശുദ്ധ ബാബാതിരുമേനി, വടക്കിന്റെ വികാരമായ ഞങ്ങളുടെ വന്യപിതാവ് പരിശുദ്ധ പിതാവിന് ഞങ്ങൾ എത്ര സ്തുതിച്ചാലും അത് അതിശയോക്തിയല്ല. പിതാവിന് ഈ യോഗത്തിലേക്ക് വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് തട്ടി ഉണർത്തിയും മുട്ടി ഉണർത്തിയും കൊട്ടി ഉണർത്തിയും ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠ ഇടയന് ഈ നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ അഭിനന്ദ തിരുമേനിക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രത്യേക സഭയുടെ, നമ്മുടെ കണ്ടനാടിന്റെ പ്രത്യേക സ്വത്തും സഭയുടെ പൊതുസ്വത്തുമായ ബഹുമാനപ്പെട്ട എന്റെ സഹപാഠിയുമായ ബഹുമാനപ്പെട്ട കോനാട്ടച്ചന് ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. എന്നിട്ടുള്ള എല്ലാ വൈദികരെയും എല്ലാവരെയും 50 കഴിഞ്ഞ ദമ്പതിമാരെയും 50 കഴിയാനിരിക്കുന്നവരെയും ദമ്പതിമാരായവരെയും ആകാത്തവരെയും അച്ഛന്മാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമയം അല്പം അതിക്രമിച്ചു പോയി, ദൈവം ക്ഷമിക്കുക. അവതരണത്തിൽ എന്നും വ്യത്യസ്തത പുലർത്തുന്ന ബഹുമാനപ്പെട്ട വി എ മാത്യൂസ് അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.